ഹലോ, ചേട്ടൻ എവിടെയാ? ഞാൻ ഈ തറട അവിടെ ഉണ്ടേ. നേരെ എത്രയായി അറിയോ? വന്നു വല്ലതും കഴിക്കൂ. നീ കഴിച്ചോ? ആ, ഞങ്ങള് രണ്ടുപേരും കഴിച്ചു. അവള് അപ്പുറത്തെ വീട്ടിക്ക് ടി വി കാണാൻ പോയി. ആ പിന്നെ അവിടെ ഇരുന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ച് വിഷമിക്കണ്ട, ഇങ്ങോട്ട് പോരൂ. ഇന്നിപ്പോ ബുധനാഴ്ചയല്ലേ, തിങ്കളാഴ്ചയല്ലേ സ്കൂൾ തുറക്കുക. ആ, പിന്നെ ഒരു കാര്യം ചെയ്, മോളുടെ കൊടയും ബാഗും ആ കീറിയ ഭാഗം ഒന്ന് തുന്നാൻ ആ പറ്റുമോ? അത് നോക്കി നോക്കാം. പിന്നെ ഉടുപ്പും പുസ്തകവും ചെരുപ്പല്ലേ, അതിനൊരു വഴി ഉണ്ടാവുമോ നോക്കാം. മോള് നമ്മുടെ അഭിമാനാന്ന് ഏട്ടൻ തന്നെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആരോടാ ചോദിക്കുക? ആരോടും ചോദിക്കണ്ട. ഒരു 3 ദിവസം കൂടി നോക്കുക. എന്നിട്ടും ഒരു വഴി കണ്ടില്ലെങ്കിലേ ആ ബാലസദനല്ലേ, മോളെ നമുക്ക് അവിടെ കൊണ്ടാക്കാം. മോളെ പിരിഞ്ഞിരിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല, മനസ്സുണ്ടായിട്ടല്ല, അവളുടെ ഭാവിയെങ്കിലും നന്നാവണ്ടേ. പിന്നെ നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ, അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടു മൂന്ന് ദിവസമായി ഇവിടെ കാണുന്നു. എന്താ പ്രശ്നം? ഞാൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ നിങ്ങളെ ഇവിടെ കാണാം. ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നു. എന്താ ഇലക്ഷന്റെ റിസൾട്ടിന്റെ കാര്യ? അതൊക്കെ ഞാനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ട്, അതേ നടക്കുള്ളൂ. അതൊന്നുമല്ല, പിന്നെ തിങ്കളാഴ്ച സ്കൂൾ ഓർക്കല്ലേ, ആ കുട്ടിക്കുള്ള പേന, ബുക്ക്, കൊട, യൂണിഫോം, ഇതൊക്കെ വാങ്ങേണ്ട കാര്യം ആലോചിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് ഒരു പിടുത്തൂല്ല. നിങ്ങളുടെ കുട്ടിയുടെ സ്കൂൾ തിങ്കളാഴ്ച തുറക്കുക? എന്റെ കുട്ടിയുടെ സ്കൂളൊക്കെ 10 ദിവസം കൂടി കഴിഞ്ഞിട്ടാ തുറക്കുക. അവള് ബോർഡിങ്ങിലാണ്, ഇംഗ്ലീഷ് മീഡിയത്തില്. ആ മോളെ, ഡാഡി ടൗണിക്ക് എത്തണേ ഉള്ളൂ. എന്തേ? കഴിക്കാനോ? ചിക്കൻ ചില്ലി വേണോ, അൽഫാം വേണോ? ഏ ശരി ശരി, അൽഫാമെങ്കിൽ അൽഫാം. ടൂറിന്റെ കാര്യല്ലേ, അത് നമുക്ക് പോകാലോ. ഇനി 10 ദിവസം കൂടി ഇല്ലേ, നമുക്ക് നാളെ തന്നെ പോകാം. നാളെ സെറ്റ് കേട്ടോ. നമുക്ക് വീഗാലാൻഡിൽ പോണോ അതോ മറൈൻ ഡ്രൈവ് പോണോ? ബോട്ടിലൊക്കെ അടിച്ച് പൊളിക്കാം. മറൈൻ ഡ്രൈവ്, ഓക്കെ ഓക്കെ കേട്ടോ. ശരി. അമ്മയ്ക്കൊടുക്ക് ഫോണ്. പിന്നെ ഒരു വണ്ടി വരും അവിടെ, ഒരു വാഷിംഗ് മെഷീൻ കേട്ടോ. പുതിയ വാഷിംഗ് മെഷീൻ വരും. മറ്റേത് ഏതായാലും ഒരു ചെറിയ കേടില്ലേ, അത് നമുക്ക് മാറ്റാം. അത് പുതിയ ഓപ്ഷനൊക്കെ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ കണ്ടപ്പോൾ ഓർഡർ ചെയ്തു. സാധനം ഇപ്പോൾ വരും കേട്ടോ, ഒരു ഉച്ചാകുമ്പോഴത്തിന് എത്തും. എന്നാ ശരി കേട്ടോ. ഓക്കെ ശരി. അപ്പൊ ചേട്ടാ ശരി, കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോട്ടെ. അതൊക്കെ ആരെങ്കിലൊക്കെ സഹായിക്കുന്നു. ഓക്കെ. നിങ്ങൾ ഭാഗ്യവാനാട്ടോ. നിങ്ങളെ ഭാര്യ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞതേ. മോളെല്ലാത്തിനും ഫസ്റ്റ് അല്ലേ, പേപ്പറിലുണ്ടല്ലേ. എന്തായാലും നിങ്ങൾ ഭാഗ്യമുള്ള ആളാട്ടോ. അപ്പം എന്നാ ശരി, എന്നാലേ എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ പോവാ. ഹലോ, പറടാ. എന്തേ? സർട്ടിഫിക്കറ്റുകളൊന്നും പണയം വെക്കാൻ പറ്റില്ലല്ലോ.
ഡോ മോളിപ്പോൾ എത്രലേക്കാ ജയിച്ചിരിക്കണേ? 7ലേക്ക്. നല്ല പഠിക്കണ കുട്ടിയാണല്ലേ? ആ, പഠിക്കും. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം, നമ്മുടെ കഴിവിൻ്റെ പരമാവധി പഠിപ്പിക്കണം. ഞാൻ കുറച്ച് ദിവസമായി നിങ്ങളെ ശ്രദ്ധിക്കുന്നു. ഒരു മിനിറ്റ്. ഇതിൽ കുറച്ച് പൈസ ഉണ്ട്. നിങ്ങളുടെ കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ നടക്കുന്ന ഞാൻ കരുതുന്നത്. ഇതൊന്നും വേണ്ട. ഇത് വാങ്ങിക്കണോ? സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ നോക്ക് കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നിങ്ങൾ പോയി സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. പഠിക്കണ കുട്ടിയല്ലേ, പഠിക്കട്ടെ. ഇങ്ങോട്ടൊന്നും പറയേണ്ടത് കയ്യിൽ വെക്ക്, കാര്യങ്ങൾ നടക്കട്ടെ. അത് സാറേ, ഹേയ് ഇതൊന്നും ഒന്നുമില്ലടോ. താൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ നോക്ക്. പോക്കോളൂ. അപ്പൂപ്പ, മോൾ എത്രല്ല പഠിക്കണേ? 7-ല്. എപ്പോഴും നടന്നിട്ടാ പോവാ? കൂട്ടുകാരനല്ലേ മോളപ്പോ? അവരൊക്കെ സ്കൂൾ ബസ്സിലാ. നന്നായിട്ട് പഠിക്കണം. പുസ്തകത്തിൽ മാത്രമുള്ളത് പഠിച്ചാൽ പോരാ, പരിസ്ഥിതിയെ പഠിക്കണം. നമ്മുടെ നാട്ടറിവ് പറഞ്ഞൊരു സാധനമുണ്ട്. നാട്ടറിവ് പറഞ്ഞ നാടിനെ പറ്റിയിട്ട് പഴയ കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോഴേ മിടുക്കിയാവുള്ളൂ. അറിയാ അപ്പൂപ്പ. ഇതെന്താ മോളെ ഇത്? ഇതെനിക്ക് വീട്ടിൽ നിന്ന് തന്ന ഉച്ചഭക്ഷണ. എന്താ വീട്ടിലുണ്ടാക്കിച്ച അത് തരും. അപ്പൊ മോൾ ഉച്ചയ്ക്ക് എന്താ ചെയ്യാ? എനിക്ക് സ്കൂളിൽ ഉച്ചക്കഞ്ഞിയുണ്ട്. എന്തേ മോൾക്ക് ഇങ്ങനെ തോന്നാൻ? ഇന്നലെ രാത്രി അച്ഛൻ അമ്മയോട് പറയണ കേട്ടു. എന്റെ ഈ ഉടുപ്പിനും ഈ പുസ്തകത്തിനൊക്കെ ഇതേമാതിരിയുള്ള ഒരു അപ്പൂപ്പനാ പൈസ കൊടുത്തേന്ന്. അപ്പൊ എനിക്ക് അപ്പൂപ്പനെ കണ്ടപ്പോ ഓർമ്മ വന്നതാ. ശരി, ഞാൻ പോട്ടെ. അല്ല, ചോറ്റും പാത്രം വേണ്ടേ? അത് പിന്നെ മതി. ബായ്. അച്ഛ, ഒരു മിനിറ്റ്. ആ. അപ്പൂപ്പ. ഹലോ. നിങ്ങൾ ആരാണ്? എനിക്കതറിയണം. നിങ്ങൾ ആരാ? മോൾക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ? അതുപോലെ എനിക്ക് ഒരുപാട് വർഷം മുമ്പ് കുറേ സർട്ടിഫിക്കറ്റുകളും മെഡലുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഈ സഞ്ചിയിലുണ്ട്. അന്നൊക്കെ നാട്ടിലും അടുത്തുള്ള നാട്ടിലൊക്കെ എനിക്ക് സ്വീകരണങ്ങളുണ്ടായിരുന്നു. ആ സ്വീകരണങ്ങളിൽ എനിക്കൊരു ഷാള് തരും. പക്ഷെ ആ ഷാള് ഒരു കുരുക്കായിരുന്നു എന്ന് അന്ന് എനിക്ക് തോന്നിയില്ല. പിന്നീടൊക്കെ മനസ്സിലായി. ഈയിടെ ഒരു അവാർഡ് കിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പൈസയും കിട്ടി. അപ്പോൾ അത് നിങ്ങളുടെ മകൾക്കൊരു ഉപകാരപ്രദമായിക്കോട്ടെ വെച്ചിട്ട് തന്നതാ. മോള് മിടുക്കിയാവും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വീടിനും അല്ല ഈ നാടിനും മൊത്തം ഒരു അഭിമാനമായി മാറും. പോയിട്ട് വരൂ. വാ മോളെ. എന്നാ ശരി. ഇതാ മോളെ ചോറ്റും പാത്രം. ഭക്ഷണം നന്നായിട്ടുണ്ട്. അമ്മയോട് പറയണം, നന്നായി പഠിക്കണം കേട്ടോ. പോയി വാ. തിരിഞ്ഞു നോക്കരുത്. മുന്നോട്ടുള്ള യാത്രയിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കിപ്പോയി. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്.